ജാൻമീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. തിരൂരിൽ ഹർഷവാരം മുഴങ്ങി. സ്വതന്ത്ര മത്സ്യ ചുമട്ട് തൊഴിലാളി യൂണിയൻ STU തിരൂരിന്റെ നേതൃത്വത്തിൽ വിജയം ആഘോഷിക്കാം, മികവിനെ ആദരിക്കാം എന്ന ശീർഷകത്തിൽ ഹർഷാരവം 26 സംഘടിപ്പിച്ചു. ചടങ്ങ് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ സാഹിബ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കൽപ്പബാവ സാഹിബ് അധ്യക്ഷത വഹിച്ചു. കുറുക്കോളി മൊയ്തീൻ MLA, മഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ വല്ലാഞ്ചിറ അബ്ദുൽ മജീദ് സാഹിബ്, തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലും മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിലും തിളക്കമാർന്ന വിജയം നേടിയ ജനപ്രതിനിധികൾക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹാരാർപ്പണവും ഉപഹാരവും നൽകി. കഴിഞ്ഞ അധ്യയന വർഷത്തിലെ വിവിധ പരീക്ഷകളിൽ വിജയിച്ച STU പ്രവർത്തകരുടെ മക്കൾക്കും തിരൂർ മത്സ്യ മാർക്കറ്റിൽ 30 വർഷത്തെ സേവനത്തിനു ശേഷം ജോലിയിൽ നിന്ന് പിരിഞ്ഞുപോകുന്ന K. മുഹമ്മദ് സാഹിബിനും വിദ്യാഭ്യാസ മന്ത്രി ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. ചടങ്ങിൽ STU പ്രവർത്തകരും വിദ്യാർത്ഥികളുമടക്കം 100-ലേറെ പേർ പങ്കെടുത്തു. K. റിയാസ്, TE അബൂബക്കർ, STU നേതാക്കളായ ആദവനാട് മുഹമ്മദ് കുട്ടി, M. അസൈനാർ, BP ഹംസ, ഷാജി BP അങ്ങാടി, CT ഷൗക്കത്ത് എന്നിവർ പ്രസംഗിച്ചു. കമറുദ്ദീൻ TK, തൊട്ടിയിൽ അബ്ദുറഹ്മാൻ എന്ന മാനു, പുള്ളിപ്പാട്ട് അലി, നിഷാദ് C എന്നിവർ നേതൃത്വം നൽകി. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട മത്സ്യ ചുമട്ട് തൊഴിലാളി യൂണിയന്റെ STU തിരൂർ മത്സ്യ മാർക്കറ്റിലെ യൂണിറ്റിന്റെ ആദ്യ ഒരു പൊതുപരിപാടിയാണ് ഇത്. STUമായി ബന്ധപ്പെട്ട ജനപ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ നേതാക്കന്മാർക്കുള്ള സ്വീകരണവും STU പ്രവർത്തകരുടെ മക്കള് വിവിധ പരീക്ഷകളിൽ വിജയിച്ച മക്കളിവിടെ ഒന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്കുള്ള ആദരവും കൂടിയാണ്. പരിപാടിക്ക് നമ്മൾ പേരിട്ടിട്ടുള്ളത് ഹർഷാരവം 2026 എന്നുള്ളതാണ്. മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട വകുപ്പ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രതിനിധിയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ്. 10 വർഷം ഇടതുപക്ഷ ഗവൺമെൻറ്റായിരുന്നു കേരളം ഭരിച്ചത്. ഇന്ന് UDFന് ഏത് തലത്തിലും, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ ഒരു പഞ്ചായത്ത് പോലും ഇല്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് UDFൻ്റെ കൈകളിലാണ്. അപ്പോൾ നമുക്ക് മറ്റുള്ള ഒരാളെ പഴിചാരി രക്ഷപ്പെടാനുള്ള അവസരമില്ല. അപ്പോൾ ഈ 10 വർഷക്കാലം നമുക്കൊരുപാട് പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ട്. അതെല്ലാം നികത്തേണ്ട ഒരു 5 വർഷമാണ് ഇന്ന് നമ്മളെ മുന്നിലുള്ളത്. തിരൂരിനെ മാറ്റിയെടുക്കാൻ തിരൂരിൻ്റെ മത്സ്യ മാർക്കറ്റും തിരൂരിലേക്ക് വരുന്ന വഴികളും റോഡുകളും പാലങ്ങളും എല്ലാം നമ്മളെ മക്കൾക്ക് സ്വപ്നം കാണുന്ന രൂപത്തിലുള്ള, നമ്മൾ സ്വപ്നം കണ്ട് നമ്മളെല്ലാം ഇവിടെ പറയാനായി, നമ്മളെ മക്കൾക്കെങ്കിലും ഉപകരിക്കുന്ന രൂപത്തിലുള്ള ഒരു വികസന കുതിപ്പ് ബഹുമാനപ്പെട്ട MLAയുടെ ഭാഗത്തു നിന്നുണ്ടാവണം. എല്ലാ കാര്യത്തിലും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്. അതിനനുസൃതമായ ഒരു മാർക്കറ്റ് നഗരസഭ അതിൻ്റെ പ്രവർത്തനമായി മുന്നോട്ട് പോകുമ്പോൾ അങ്ങയുടെ ഭാഗത്തു നിന്ന് MLA എന്നുള്ള നിലക്ക് അങ്ങയുടെ ഭാഗത്തു നിന്ന് അതിനുള്ള എല്ലാ പിന്തുണയും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റ ഷംസുദ്ദീൻ സാഹിബ് STUവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ എന്നൊക്കെ പുതുതായി നിയമസഭയിലേക്ക് എത്തിയ പ്രിയനായ അഡ്വക്കേറ്റ് റഹ്മത്തുള്ളക്കും ഇവിടെ ഒരു സ്വീകരണം കൂടി നിങ്ങൾ സംവിധാനം ചെയ്തു എന്നതിൽ സന്തോഷമുണ്ട്. ഞാനെല്ലാം നന്ദിയും തുടക്കത്തിൽ നിങ്ങളോട് പറയാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. നിങ്ങളുടെ ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് എനിക്കുണ്ടായ വിജയം അത് നിങ്ങളുടെ തന്നെയാണ്. നിങ്ങൾ നടത്തിയ വലിയ അധ്വാനത്തിൻ്റെ പ്രതിഫലനമാണ് നമ്മുടെ വിജയം. ഈ മേഖലയിൽ മാത്രമല്ല, നിർമ്മാണ മേഖലയിലും മത്സ്യത്തൊഴിലാളി കുടുംബത്തിലും അതേപോലെ കർഷക തൊഴിലാളികളുടെ പെൻഷനും ഒക്കെ ഇങ്ങനെ മുടങ്ങിയെടുക്കുക. അവർക്കുള്ള ആനുകൂല്യങ്ങൾ മുഴുവൻ ഇങ്ങനെ സ്തംഭിച്ച് കിടക്കുകയാണ് കുറേ കാലമായിട്ട്. 18 മാസം എന്നാണ് ഒരു കണക്ക് പറഞ്ഞത്. നിങ്ങൾക്കും 18 മാസം ഉണ്ടോ എന്ന് എനിക്കറിയാം. ഇങ്ങനെ ഇരുന്നാലും അതിനൊക്കെ ഒഴിവാക്കാൻ, ആ സ്തംഭനമൊക്കെ ഒഴിവാക്കാൻ ഈ ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാൻ എനിക്ക് സാധിക്കും. അധികാരത്തിൽ വന്നിരിക്കുക, അത് ക്ഷണികമായി പെട്ടെന്ന് അങ്ങനെ വന്നതല്ല. അതിന് വേണ്ട ഒരു രാഷ്ട്രീയ മാറ്റം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മുടെ സംസ്ഥാനത്ത് നടന്നു വന്നിരുന്നു. അപ്പോൾ അതേ തുടർന്നാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ വലിയ മുന്നേറ്റം ഈ സംസ്ഥാനത്തുണ്ടാക്കിയത്. ആദ്യം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മളതിൻ്റെ സൂചന ശക്തമായി കാണിച്ചിട്ടുണ്ട്. തിരൂർ ഉൾപ്പെടെ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ആയാലും ബ്ലോക്ക് പഞ്ചായത്തായാലും പഞ്ചായത്തുകളായാലും ഒക്കെ അത് പ്രകടിപ്പിച്ചു. എല്ലായിടത്തും കേരളത്തിലെ എല്ലാ ജില്ലകളിലും ചരിത്രത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ 60% UDF വിജയിച്ചു വന്ന
ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. അപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നതിൻ്റെ സൂചന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രകടമാണ്. അതിന് മുമ്പ് നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളുണ്ട്. നിലമ്പൂരിൽ ഏറ്റവും അവസാനം നടന്ന ഉപതെരഞ്ഞെടുപ്പ്, അവിടെയും അന്ന് 10 വർഷക്കാലം ഇടതുപക്ഷത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന സീറ്റ് UDF പിടിച്ചെടുത്തു. അതുപോലെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്, ഇങ്ങനെ പല ഉപതെരഞ്ഞെടുപ്പുകളിലും അത് കേരളം പ്രകടിപ്പിച്ചു. അതിന് തൊട്ട് മുമ്പാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടന്നത്. ആ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ UDF-ന് മാത്രം മേൽക്കൈയുള്ള ഒരു രാഷ്ട്രീയമുണ്ട്. അത് ഉണ്ടെങ്കിലും ഈ വലിയ ഒരു കൊടുങ്കാറ്റ് പോലെ ആ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നതിൽ ഒരു ഘടകം പിണറായി ഭരണത്തിനെതിരായ ജനങ്ങളുടെ എതിർപ്പും വിയോജിപ്പും തന്നെയാണ്. അപ്പം അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ പറഞ്ഞത് ആ രാഷ്ട്രീയ മാറ്റം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂർത്തിയാകുന്നു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി കേരളത്തിൽ ഒരു സംസ്ഥാന തലത്തിലൊരു ഭരണമാറ്റമുണ്ടാകും. പിണറായി ഭരണത്തിന് അവസാനം കുറിക്കുന്നു. കോൺഗ്രസിൻ്റെ UDF-ൻ്റെ ഒരു ഭരണം അധികാരത്തിൽ വരുന്നു. അപ്പോൾ അതാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ സാധ്യമായത്. നിഷ്പക്ഷമായും അതുപോലെ തന്നെ സമൂഹത്തിനും ജനങ്ങൾക്കും ഉപകരിക്കുന്ന വിധവും പ്രവർത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, സാധിച്ചിട്ടുണ്ട്. അത് ഈ കാര്യത്തിലും ഉണ്ടാകും. ഇതിപ്പോൾ നിങ്ങൾക്ക് അറിയുന്നത് പോലെ തന്നെ എപ്പോഴും ഒരു ശ്രദ്ധ വേണ്ട ഒരു മേഖലയാണ്. നമുക്കൊക്കെ അറിയാം, ഏത് അധികാര സ്ഥാനങ്ങൾ നമ്മൾ ഏറ്റെടുക്കുമ്പോഴും ആ അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തിപ്പെടുമ്പോഴും പിന്നിട്ട വഴികളും പുറകോട്ട് നോക്കലൊക്കെ അനിവാര്യമായിരിക്കുന്നതാണ് മനുഷ്യൻ്റെ ഏറ്റവും ജീവിത വിജയത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കാഴ്ചപ്പാടായിരിക്കും. എന്നാലും ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ പലപ്പോഴും എല്ലാ സ്ഥലങ്ങളിലും പറയാറുണ്ട്. പണ്ട് ഞാൻ മുസ്ലിം ലീഗിൻ്റെ മഞ്ചേരി മുനിസിപ്പൽ സെക്രട്ടറി ആയ സമയത്ത് പറഞ്ഞിട്ടുണ്ട്, 8 കൊല്ലം. ആ സമയത്തും പറഞ്ഞിട്ടുണ്ട്, സാധാരണ ചുമട്ട് തൊഴിലാളികൾ അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻ രംഗത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പിന്നിൽ നിന്നോ മുന്നിൽ നിന്നോ ഉള്ള കുത്തൊന്നും ഉണ്ടാകും. അങ്ങനെ ട്രേഡ് യൂണിയൻ രംഗത്ത് സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ അവർ നൽകിയ ഈ സ്വീകരണം എന്ന് പറയുന്നത് വളരെ വലുതാണ്. യഥാർത്ഥത്തിൽ ഇന്ന് 3 or 4 മീറ്റിങ്ങുകളിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സ്വരം ഉയർത്തി സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് നടന്ന മീറ്റിങ്ങും അത് തന്നെയാണ്. മാർക്കറ്റിൽ നിന്നും പച്ചക്കറി വ്യവസായികളെ വിളിച്ചു, ഹോട്ടൽ യൂണിയൻ്റെ നേതാക്കളെ വിളിച്ചു. ഇപ്പോൾ നമ്മുടെ ഫിഷ് മാർക്കറ്റിൻ്റെ TPR-മായി ബന്ധപ്പെട്ട് കുറച്ച് നേരം ഞാൻ അവിടെ മീറ്റിങ്ങിൽ പങ്കെടുത്തു. പ്രിയപ്പെട്ട ബാബുവും അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ സഹകരിക്കുന്ന ആളുകൾ. നമ്മുടെ ഫിഷ് മാർക്കറ്റ് STU തൊഴിലാളികൾ ആണ് അതിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത്. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ വലിയൊരു ദീർഘവീക്ഷണത്തോടു കൂടി തിരൂർ മുനിസിപ്പാലിറ്റിയുടെ അവകാശത്തിലുള്ള ഏകദേശം 4.25 ഏക്കറോളം റെയിൽവേ വിഷ്പാടത്ത് നമുക്കുണ്ട്. നമുക്കതിനെ കീറി മുറിക്കുന്ന രീതിയിൽ ഈ റെയിൽവേ ബ്രിഡ്ജ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അപ്രോച്ച് റോഡ് വരുന്നുണ്ട്. അത് നമ്മളെ മാർക്കറ്റ് ട്രഞ്ചിങ് ഗ്രൗണ്ടിലൂടെ വരുന്നത് ബ്രിഡ്ജ് വഴിയാണ്. ടോട്ടൽ ഫില്ലിംഗ് അല്ല, ബ്രിഡ്ജ് വഴിയാണ് ആ റോട്ടിൽ വരുന്നത്. അപ്പോൾ നമ്മളുടെ ഒരു 85 സെൻറ്റ് ട്രഞ്ചിങ് ഗ്രൗണ്ടിനും ബാക്കിയുള്ള 3.25 ഏക്കർ നമുക്ക് ഫിഷ് മാർക്കറ്റിനും വേണ്ടി മാറ്റി നിർത്തി അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും പരിഹരിച്ചു തരിക എന്നത് സർക്കാരിൻ്റെ ബാധ്യതയാണ്. കഴിഞ്ഞ നമ്മുടെ അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. എല്ലാ MLA-മാരും ആദ്യത്തെ പ്രഭാഷണം നടത്തിയപ്പോൾ കേരള നിയമസഭയിൽ ഒരാളുടെ പ്രസംഗം നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞാനൊരു തൊഴിലാളി പ്രവർത്തകനാണ്, ഞാൻ STU-ൻ്റെ പ്രസിഡൻ്റാണ്, എൻ്റെ തൊഴിലാളി പ്രസ്ഥാനത്തിന് വേണ്ടിയാണ് ഞാനിവിടെ ശബ്ദിക്കുന്നത് എന്ന് ഒരാൾ പറഞ്ഞു. ഓർമ്മയുണ്ട് ആളെ? ആളുടെ പേര് ഓർമ്മയുണ്ടാവും. നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രിയപ്പെട്ട റഹ്മത്തുള്ളാ സാഹിബ്. ഇത്രയും നേരം പരിപാടി സഹകരിച്ച നമ്മളെല്ലാ പ്രവർത്തകർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയുടെ മീഡിയ ന്യൂസ് തിരൂർ.